ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഒമാൻ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഒമാനിൽ ഇങ്ങനെ സ്ഥലങ്ങൾക്കൊക്കെ എന്തിനാണ് ശരിക്കും പോണത്? കറങ്ങാൻ മാത്രമാണ് പോണത്. പക്ഷെ അവർ എങ്ങനെയാണ് ഒക്കെ അറിയണ്ടേ. അപ്പം നമ്മൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്തേക്ക് നോക്കിയാൽ കുറേ മലകളാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ സ്ഥലങ്ങളുണ്ട്, മലകളും ഉണ്ട്, എല്ലാം അതുണ്ട്. നല്ല ഭംഗിയാണ് ഈ മലകളൊക്കെ കാണാൻ. ഇങ്ങനെ ഇപ്പോൾ മലകളുടെ മുകളിലുള്ള സൂര്യൻ സൺസെറ്റ് ടൈമിൽ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും എല്ലാതും. അങ്ങനെ നമ്മൾ എന്തായാലും കുറേ മണിക്കൂറിൻ്റെ ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ വണ്ടി ഓടിക്കണം. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ കുറേ നേരം ചില സമയത്ത് ഇങ്ങനെ ഹമ്പ് വരുമ്പോൾ ഫോണൊന്ന് കുലുങ്ങും, എൻ്റെ കൈയൊക്കെ തടയും, അമ്മയുടെ കൈയൊക്കെ തടയും. അങ്ങനെയൊക്കെയാണ് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഏത് സൈഡിലേക്ക് നോക്കിയാലും മല 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 മല. അതിൻ്റെ മുകളിൽ കൂടെ പോവും, താഴെ കൂടെ പോവും, എങ്ങനെയൊക്കെ പോവാത്തുള്ളത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ UAE പോലെ അങ്ങനെ വലിയ ബിൽഡിംഗ് ഒന്നും ഇല്ല, ഒക്കെ കുറവാണ്. ഒക്കെ ഒരു മീഡിയം ലെവലിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പം ഇത്രയും നേരം നമ്മളൊരു മലയിലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അങ്ങനെ കുറേ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഇതന്നെയല്ലേ. അങ്ങനെ നമ്മൾ ഇത് ഒരു ബീച്ചാണ്, ഇത് ഒമാൻ ബീച്ചാണ്. ബീച്ചിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ നമ്മളത് സ്ട്രെയിറ്റ് പോകുന്നുണ്ട്. നമ്മൾ ബീച്ചിലേക്ക് വന്നു, പക്ഷെ അങ്ങനെ ഭയങ്കര ഡേഞ്ചർ പാർട്ടാണ് ഈ ബീച്ച്. അപ്പോൾ അങ്ങനെ ഇറങ്ങുമൊന്നും ചെയ്തില്ല. അതിൽ വീഡിയോ ഉണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ബീച്ചിൻ്റെ അങ്ങോട്ട് താഴത്തേക്കോട്ട് പോകുമ്പോൾ നമുക്ക് ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് കൂടെ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യും. എന്നിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ 1-2 കിലോമീറ്റർ നടക്കണം. അങ്ങനെ അവിടേക്ക് പോയിട്ട് ഇവിടേക്ക് 6:30 എത്തണം. പക്ഷെ നമ്മൾ ഒരു 6 മണിക്കാവുമ്പോഴേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് ബീച്ചിക്ക് ശരിക്കും അങ്ങോട്ട് ബീച്ചിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ഒരു ആമ്പൽ തോട്ടമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാർക്കാണ്. ഇവിടെ പാർക്കും ഉണ്ട്, കാണാനും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇത് നാച്ചുറലി ഉണ്ടായ ഒരു കുളമാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എനിക്ക് കാണാനുണ്ടാവും കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങാനൊക്കെ എളുപ്പമല്ലേ, പക്ഷെ കയറാനല്ലേ പണി. അങ്ങനെ ഞങ്ങൾ ഒന്നും ഇറങ്ങിയില്ല. പിന്നെയും റോഡിൽ കൂടെ തന്നെ പോകുന്നത്. കുറേ ഇങ്ങോട്ട് ഓടാനുണ്ട് വണ്ടി. അങ്ങനെ നിങ്ങൾക്ക് കാണാനുണ്ടാവും ആ മല, ആ ഒരു കവറായത് നല്ല ഭംഗിയാണ്. അങ്ങനെ വീണ്ടും ഓടന്നെ. ഇപ്പോൾ അവിടെ നല്ല മരം, നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ രണ്ടാമത്തെ ഹോട്ടലായിരുന്നു. ഇത് സമ്മിറ്റ് ഹോട്ടൽ സ്യൂട്ട്സ് എന്നാണ് പേര്. അങ്ങനെ ഇവിടെ 2 ബെഡ് ഞങ്ങൾ അവിടെയാണ്. ഇവിടെ ഞങ്ങളുടെ മറ്റേ ഫാമിലി ഉണ്ട്. ഇവിടെ കിച്ചണുണ്ട്. അങ്ങനെ ഒക്കെ സെറ്റാണ്. 2 ബോട്ടിൽ വെള്ളം ഞങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന്, ഇവിടെ 4 ബോട്ടിലുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവിടെയാണ് ഒരു സ്റ്റേ ഉണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മറ്റേ ഫസ്റ്റത്തെ ആ ഹോട്ടൽ. അങ്ങനെ ഓടന്നെ.
അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ്. അവിടെ പ്ലാന്റ് UAE കറക്റ്റ് അല്ലെങ്കിലും ഇവിടെ കാണുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടായിരിക്കും. എന്നാലും ഒരു പച്ചപ്പ് കാണുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ചിയർഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ ഓട് തന്നെ. ഇതിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഓട് തന്നെയാന്ന്. കാരണം അങ്ങനെയാണ്, ഓട് തന്നെ. അങ്ങനെ ഇതൊരു ബ്രിഡ്ജ് രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടൊരു മല പോലെ എന്നുവെച്ചാൽ ഇവിടെ തെളിഞ്ഞ വെള്ളം കേട്ടോ. നമുക്കിവിടെ ഞങ്ങൾ കളിച്ച് ഇവിടെ ഈ വെള്ളത്തിൽ കളിച്ച്. ഞങ്ങൾ ആദ്യം മലയുടെ മുകളിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നീന്താൻ തുടങ്ങി. പക്ഷെ അത്ര ആഴമില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ നീന്താനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എക്സ്പേർട്ടല്ല, ഞാൻ അങ്ങോട്ട് പോണേൽ എക്സ്പേർട്ടല്ല. എന്നാലും ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട്, പക്ഷെ എക്സ്പേർട്ടല്ല. കുട്ടി ലെസൺസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ ഒരു പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവിടെ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടുന്ന് വെള്ളത്തിൽ നിന്ന് ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അവിടെ ഒരു സിറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. ഇവിടെ അല്ല കേട്ടോ, ഈ പാർക്കിൽ ഞങ്ങളെല്ലാവരും പുല്ലിൽ കിടക്കുകയായിരുന്നു. ഇത് ശരിക്കുള്ള പുല്ലല്ല, ഇത് പ്ലാസ്റ്റിക് പുല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെള്ളമുണ്ട് കേട്ടോ. അവിടെ നല്ല ആഴമുണ്ട്, നല്ല വലുതുമാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ വിചാരിക്കുക ആദ്യം വന്നാൽ മതിയായിരുന്നു. എന്നാൽ അവിടെ പോയി അവിടെ ആഴല്ല അത്ര, പക്ഷെ എന്നാലും നല്ല സ്ഥലമാണ്. അങ്ങനെ ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവിടെ കുറച്ച് നേരം പാർക്കിൽ കളിച്ച് പിന്നെ ഞങ്ങൾ പോവുകയായി. അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. കുറേ പോവാണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. ഇതൊരു 3.5 മണിക്കൂർ ട്രിപ്പാണ്. അങ്ങോട്ട് വരിക പോവുക. പിന്നെ അച്ഛൻ പറയുന്നത് നമ്മളിപ്പോൾ 2000-ൻ്റെ അടുത്ത് ഒരു 1000 കഴിഞ്ഞു എന്തായാലും. അത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ഞങ്ങൾ ഓടി. അങ്ങനെ വീണ്ടും ഓടുതന്നെ. ഇപ്പോൾ ഇവിടൊക്കെ നല്ല കുടുക്ക് വഴികൾ, അങ്ങനെ കുടുക്ക് വഴികളോട് നമ്മൾ പോവുകയാണ്. ഇങ്ങനെ ഇത് ഞങ്ങൾ കുറച്ചെടുത്ത ഫോട്ടോസാണ്. ഇവിടെ മോൾ ഓഫ് മസ്കറ്റിൽ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ. ഇതാ ഒരു ഭാഗത്തിലെ ആ വെള്ളം നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത. പിന്നെ ഈ കുളത്തിൻ്റെ അവിടെ ഇരുന്ന ഒരു ഫോട്ടോ, കുറേ ഫോട്ടോസ് എടുത്തു. അക്വേറിയത്തിൽ പോയപ്പോഴുള്ള ഫോട്ടോ നല്ല രസമായിരുന്നു കേട്ടോ. എന്താപ്പോൾ പറയുക, നല്ല ട്രിപ്പായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.